ആദ്യം സംസാരിക്കുന്നവരാ? അർണോസ്. അർണോസ് പറഞ്ഞോളൂ. അമ്മ ഇന്ന് പിസ്സ ഉണ്ടാക്കിയെന്നു. ശരിക്കും എന്താ പറയാ പിന്നെ മസാല പൊടി ഇട്ടു, മസാല കുത്തി ഇട്ടു, മസാല കൂട്ടിയ ഞാൻ പറയാം, ഇന്ന് അവര് പിസ്സ കഴിച്ചു. പിസ്സ ഇന്നലെ ഉണ്ടാക്കിണ്ടായിരുന്നു. പിസ്സ ഇന്നലെ പറഞ്ഞപ്പോ പിസ്സ എന്നല്ല പറഞ്ഞിരുന്ന ഒരു ദോശ പോലെ സാധനം ഇന്റർവ്യൂപ്പാണ് ഉണ്ടാക്കി കൊടുത്തത്. മഞ്ഞ കളറില്. ഇത് ഒരു എണ്ണം കിട്ടുന്നില്ലേ, ആർക്കും വേണ്ട. എന്നിട്ട് ഇവിടെ തന്നെ തിന്ന് കളർ പരിപാടിയായിരുന്നു. എന്നിട്ട് അവൾക്ക് എന്നെ പറ്റാൻ എടുത്ത് വെച്ചു. മാവ് കുറച്ചധികം കളിക്കാരനെ ഒരുപാട് ബാക്കി ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്തു, ഇന്ന് വീണ്ടും അത് എടുത്തുണ്ടാക്കി. തിന്ന് തീർക്കണല്ലോ കലക്ക മാവ്. അപ്പൊ എന്താക്കി, ഇവരോട് ഞാൻ പറഞ്ഞു അത് പിസ്സാക്കി കൊടുക്കാൻ. പിസ്സാക്കിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോ ദോശ തന്നെ ഉണ്ടാക്കി, ദോശ പോലെ തന്നെ ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, പിസ്സ പോലെ കട്ട് ചെയ്തു. സോസ് കൂട്ടിയപ്പോഴില്ലേ പിന്നെ ഇഡ്ഡി പിന്നെ നമുക്കൊന്നും കിട്ടാനില്ല. ഇവളെന്നെ രണ്ടെണ്ണം തിന്നു. രണ്ടിൻ്റെ അറിയപ്പോ മൊത്തത്തിൽ കയറ്റി. അപ്പൊ നമ്മൾ ഈ പറയുന്ന പേരിട്ട് കൊടുക്കണതിൽ തന്നെ എന്തുണ്ട്, ടേസ്റ്റാ മാറുന്നുണ്ട്. വേറെ ടേസ്റ്റ്, വല്ല ടേസ്റ്റ് കുറവുണ്ടായിരുന്നു പിസക്ക്. കടയിൽ നിന്ന് കഴിക്കുന്ന അതേ പിസയുടെ ടേസ്റ്റ് ഇല്ലായിരുന്നു, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഈ ഇന്റർവ്യൂ അപ്പൊ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്ത് ആ സാധനങ്ങൾക്കൊക്കെ കറക്റ്റ് ആയിട്ട് നല്ല പേരിട്ടോളൂ, തിന്ന് പൊക്കോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇവര് ഒന്നും തിന്നില്ല. അതിന് ആൻഡ്രോസ് എന്താ പറയാണ്ട് കാര്യമായിട്ടാണെങ്കിൽ കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചു പഠിക്കുന്നതാണ് മൈക്ക്. ഞാൻ പറഞ്ഞോ? അതെ, ഞാൻ സ്കൂളിൽ നിന്ന് കളിച്ചു. ആ എനിക്കറിയില്ലല്ലോ. എനിക്കറിയാം. പറഞ്ഞോ? പിന്നെ നിങ്ങള് വെള്ളം കുടിച്ചു. ഡയറി എഴുതണം. പിന്നെ 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 പറയൂ, പറഞ്ഞോ. സമയത്ത് ഡയറി മേടിക്കാൻ അല്ല, GK ഇല്ല, GK വേണം. പിന്നെ ഇംഗ്ലീഷ് GK അല്ല, GK വേണം. പിന്നെ പറയാ, അടുത്ത് പറയും. സഹോദരി ഒരു വചനം പറയണ്ട അർണോസിന്. അർണോസ് ഇപ്പൊ എന്നും ഓരോ വചനം പറയുന്നുണ്ട്. പറഞ്ഞോ? അയ്യട മനമേ അങ്ങനൊന്നും വേണ്ട, അവളുടെ നീ പറയണ്ട. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്ക 1:37. ചേട്ടൻ കലക്കിയത് അത് കലക്കി. ചേട്ടൻ അതില് മാസ്ക് ഓർഡർ ചെയ്തിട്ട. ഓക്കെ, പിന്നെ എന്നിട്ടാ നമുക്ക് എന്നിട്ട് പറയാനുള്ള ഒന്നും പറയല്ലേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോയുടെ അത് സക്സസ്ഫുൾ ആയി. ഇന്നലെ നിങ്ങള് അർണോസിന്റെ പെർഫോമൻസ് കണ്ടില്ലേ? അർണോസ് എത്ര നേരം സംസാരിച്ച് അവന്റെ സന്തോഷമുണ്ട്. അത്രേ ഉള്ളു. അവൻ സംസാരിക്കുന്ന അവൻ സംസാരിച്ചു. എന്നിട്ട് ഓക്കെ, അപ്പൊ ഇനി അതേപോലെ അർണോസിന്റെ കിട്ടില്ല പെർഫോമൻസുകള് വേറെ ആയിരിക്കും. അവനെ പറയാൻ കിട്ടിയുണ്ടല്ലോ, ആദ്യം പെർഫോമൻസ് ആയിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മറ്റേ ഒരു ഗേറ്റിൽ പെട്ടിട്ടൊരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇലക്ട്രിക് ഗേറ്റ് ആയിരുന്നു. ആ ഇലക്ട്രിക് ഗേറ്റിനെ എന്ത് ചെയ്യണം, എല്ലാവരും സൂക്ഷിക്കണം. ഉള്ളവരൊക്കെ ആ ഇലക്ട്രിക് ഗേറ്റിനെ സൂക്ഷിച്ചോളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ അപകടം ഇനിയും സാധ്യതയുണ്ട്. ആ ഇലക്ട്രിക് ഗേറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ലിഫ്റ്റിന്റെ മെക്കാനിസം പോലെയൊക്കെ തന്നെയാണ് അത് വർക്ക് ചെയ്യുക. ലിഫ്റ്റിന്റെ മെക്കാനിസത്തിൽ പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മളൊരാള് അതിനകത്ത് കിടക്കുന്ന സമയത്ത് ഇടയിൽ അങ്ങനെ പെട്ടാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു പോകും. പക്ഷെ ആ ഗേറ്റിൽ അങ്ങനെ തിരിച്ചു പോവില്ല. ആ ഗേറ്റില് അങ്ങനെ തിരിച്ചു പോകാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടില്ല, ഒരു ഗേറ്റ് കമ്പനി അങ്ങനെ കൊടുത്തിട്ടില്ല. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വന്ന് മൂടാണെങ്കിൽ അങ്ങനെ വന്ന് ലോക്കായിട്ടാണ് അതിലെ ആൾക്കാർ പെട്ടുപോവുക. ഓക്കെ, അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടായി വെച്ച് കഴിഞ്ഞാൽ അവരാ കുട്ടികൾ ആ ഗേറ്റിന് റിമോട്ട് വെച്ച് കളിക്കായിരുന്നു. റിമോട്ട് വെച്ച് കളിക്കുന്ന സമയത്ത് ആ റിമോട്ട് എന്ന് പറയും അതിന് സെൻസർ ഉണ്ട്. ആ സെൻസർ വെച്ചിട്ട് പുറത്തേക്കാണ്, അകത്ത് സെൻസർ ഇല്ല. ഒരു കമ്പനി അകത്ത് സെൻസർ വെക്കുന്നില്ല, പുറത്തെ മതിലാണ് സെൻസർ വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഗേറ്റ് അടയില്ല. അങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്തു, ഈ കുട്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് നിന്നിട്ട് അപ്പുറത്തോട്ട് എത്തിച്ചു നോക്കിയപ്പോൾ ഈ സെൻസർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു സോപ്പ് പെട്ടി പോലത്തെ ഒരു സാധനമാണ്. ആ സോപ്പ് പെട്ടിയുടെ ഇടയിൽ വരണം. അത്രയും സോപ്പ് പെട്ടിയുടെ ഇടയിൽ പെട്ടാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, അത് കട്ടാവുള്ളൂ. ഈ കുട്ടിയുടെ തല ആ സോപ്പ് പെട്ടിയുടെ അല്ലെങ്കിൽ ആ സെൻസറിന്റെ ലെവലിനെക്കാട്ടും മുകളിലായിരുന്നു. അങ്ങനെയാണ് കുട്ടി അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്തും എല്ലായിടത്തും എന്തുണ്ട്, ഈ പറയുന്ന ഇലക്ട്രിക് ഗേറ്റുകളുണ്ട് ചില വീട്ടിലൊക്കെ. ഇപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിലൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഗേറ്റ് ഉണ്ട്. അവരതിന്റെ കൂടെ എന്തുണ്ട്, ഒരു ചെറിയ ഗേറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രിക് ഗേറ്റിൽ മെയിനായിട്ട് അവര് കാറുകൾ മാത്രമാണ് പാസ് ചെയ്യാറുള്ളൂ.
ആൾക്കാർ നടക്കുന്നുണ്ടെങ്കിൽ ഈ ചെറിയ ഗേറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇലക്ട്രിക് ഗേറ്റിൽ എപ്പോഴും അപകടം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ ഈ ചെറിയ ഗേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തുണ്ട്, ഇതുപോലെ സാഹചര്യങ്ങളുണ്ട്. ഒരുപാട് വീടുകളിൽ ഇപ്പോൾ ഇലക്ട്രിക് ഗേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇലക്ട്രിക് ഗേറ്റ് ആണെന്ന് നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അത് നമ്മൾ കൈകൊണ്ട് തള്ളിലൊന്നും തുറക്കാൻ പറ്റില്ല, ആ റിമോട്ടിൽ മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക. അത് നമ്മളായാലും പെട്ട് കഴിഞ്ഞാൽ പെട്ടത് തന്നെയാണ്. നമ്മൾ പിന്നെയും വരണ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മാറിക്കോളും. പിള്ളേർക്ക് അത് മനസ്സിലാവില്ലേ. അപ്പോൾ ഞാൻ അവർ കളിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ കയറി നിൽക്കും. അപ്പോൾ ആ ഗേറ്റിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും പറയണ്ട? ഇല്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഈവനിങ് ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കുറച്ചും കൂടി ആക്റ്റീവ് ആയി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ലൈക്ക് പറയാൻ മറന്നു. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും സജഷൻ കാര്യങ്ങളൊക്കെ പറയാം. കമന്റ് ആൾക്ക് പറഞ്ഞു. ബൈ.